സോഷ്യൽ മീഡിയയിൽ വിവാഹം കഴിച്ചതിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നൊരു താരപുത്രി തന്നെയാണ് മാളവിക ജയറാം. കാളിദാസ് വിവാഹത്തിന് മുൻപ് ചിത്രങ്ങൾ പങ്കുവച്ച് പ്രേക്ഷകർ കാത്തിരിക്കുമായിരുന്നുവെങ്കിലും ഇപ്പോൾ വിവാഹത്തിന് ശേഷം അധികമൊന്നും പ്രേക്ഷകർ ശ്രദ്ധിക്കാറില്ല. എന്നാൽ മാളവികയുടെ ചിത്രങ്ങൾക്ക് പ്രേക്ഷകരുടെ പ്രീതി വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇപ്പോഴിതാ നവീനും മാളവികയും ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് നവീനാകെ ക്ഷീണിച്ചു എന്ന് തന്നെയാണ്. അത്യാവശ്യം വണ്ണമുണ്ടായിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ തന്നെയാണ് നവീൻ. എന്നാൽ മാളവിക ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രത്തിൽ നവീൻ ക്ഷീണിച്ചിരിക്കുന്നുവെന്നും എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന ഇവരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇരുവരും നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി പ്രേക്ഷകർ ഇതിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഇവരുടെ ചിത്രങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നവീൻ ആളാകെ ക്ഷീണിച്ചു എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും പ്രേക്ഷകർ മാളവികയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാളവിക ഇരിക്കുന്നു, വളരെയധികം സന്തോഷവതിയായി തന്നെ ഇരിക്കുന്നു. അതാണ് ഏറ്റവും നല്ല കാര്യം. മാഞ്ചസ്റ്ററിലെ വീട്ടിൽ ക്രിസ്മസ് ഡിന്നർ ഒരുക്കി താരപുത്രി ഭർത്താവിന് വേണ്ടി വലിയൊരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഒരുമിച്ചാണ് ഞങ്ങൾ കുക്ക് ചെയ്തതെന്ന് ഇരുവരും എപ്പോഴും പറയാറുണ്ട്. ക്രിസ്മസിനും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവരുടെ ആഘോഷം വളരെയധികം ഏറ്റെടുത്തിരിക്കുകയാണ്. മാഞ്ചസ്റ്ററിലെ വീട്ടിലാണ് ഇവർ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കുന്നത്. അവിടെയാണ് കൂടുതലും ക്രിസ്മസ് സെലിബ്രേഷനുകളെല്ലാം എത്താറുള്ളത്. ഇത്തവണ അച്ഛനെയും അമ്മയും അങ്ങോട്ട് കൂട്ടിയില്ലേ? ഇത്തരത്തിലാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. ചെന്നൈയിലേക്ക് ഇവർ വന്നിട്ടില്ല എന്ന് ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. കണ്ണനെയും ചക്കിയെയും കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് കാണണമായിരുന്നു, താരിനെയും കൂടി വിളിക്കാമായിരുന്നു. ഇങ്ങനെ നിരവധി കമൻറ്റുകൾ നിറയുന്നുണ്ട്. എന്നാൽ ഒരു ക്രിസ്മസ് എങ്കിലും അവർ സന്തോഷമായി ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കട്ടെ. അവർക്കും അവരുടേതായ സമയം വേണമല്ലോ. ഇപ്പോൾ വിദേശത്താണ് ഇരുവരും താമസിക്കുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. വിശേഷങ്ങൾക്കൊക്കെ മാത്രമാണ് അവർ നാട്ടിലേക്ക് വരാറുള്ളത്. പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നവീനെക്കുറിച്ചും മാളവികയെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത്. പ്രേക്ഷകരും ആ പ്രീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത്രയും അധികം പ്രേക്ഷക പ്രീതി നേടിയ ഒരു വിവാഹം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ വെച്ചായിരുന്നു താലികെട്ടെങ്കിലും ഇവരുടെ വിവാഹത്തിനുടനീളം മാധ്യമങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു വിവാഹമായിരുന്നു. ഒരു സാധാരണ വിവാഹം തന്നെയായിരുന്നു. പിന്നീട് കൊച്ചിയിലും മറ്റുമായി തന്നെ പല പാർട്ടികളായിരുന്നു അറേഞ്ച് ചെയ്തത്. സിനിമയിലുള്ളവർക്കും അല്ലാതെയും എല്ലാവർക്കും വേണ്ടി ഉള്ള പാർട്ടികളെല്ലാം അറേഞ്ച് ചെയ്ത് വളരെയധികം സന്തോഷകരമായി തന്നെയാണ് ഇവരുടെ വിവാഹം ആഘോഷിച്ചത്. പ്രേക്ഷകർ അത്രമാത്രം സ്നേഹത്തോടെ നോക്കുന്ന താരപുത്രി തന്നെയാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ ചക്കിയോടുള്ള ഇഷ്ടം ഇരട്ടിച്ചു. നവീനെയും കൂടി മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. അങ്ങനെയാണ് പ്രേക്ഷകർ കൂടുതലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി മാറുകയാണ് ചക്കിയുടെ വാർത്ത. വിവാഹത്തിന് ശേഷമാണ് ഇത്രയും പ്രേക്ഷകർ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടും ചെയ്തു എന്ന് പറയുന്നു. ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നൊരു കുടുംബമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.